ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് തവണ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, which is nothing but the effects of centrifugal force on a horizontal curve. So നമ്മുടെ ഒരു വെഹിക്കിൾ, if this is the inner side of the curve, ഒരു കർവ് നമുക്കറിയാം ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ സർക്കിൾ അല്ലെ. സോ ഇന്നർ സൈഡ് ഓഫ് ദി സർക്കിളിനെ നമുക്ക് ഇന്നർ സൈഡ് ഓഫ് ദി കർവ് എന്നും പറയാം, അതുപോലെ ഈ സൈഡിനെ ഔട്ടർ സൈഡ് ഓഫ് ദി കർവ് എന്നും പറയാം. ഇതാണ് നമ്മുടെ ഒരു സിറ്റുവേഷൻ എങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വിൽ ബി ആക്ടിങ് ഓൾവേസ് ടുവേർഡ്സ് ദിസ് പെർട്ടിക്കുലർ സൈഡ് ആണല്ലോ. ഓൾവേസ് ദാറ്റ് ഈസ് ആൻ ഔട്ട്വേർഡ് പുൾ. ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്തുകൊണ്ടാണ് നമുക്കൊരു സ്ട്രെയിറ്റ് റോഡിൽ കിട്ടാത്തത്? ഒരു കർവ് മോഷനിൽ മാത്രം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സിംപ്ലി centrifugal force P is equal to W into V square divided by RG. ഈ ഒരു ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം കിട്ടും. W is nothing but the weight of that particular vehicle. V എന്താണ്? ഏത് ടേണിംഗ്, ഏത് സ്പീഡിലാണോ നമ്മൾ ടേൺ ചെയ്യുന്നത് ആ സ്പീഡിനെയാണ് V എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. R is the radius of that curve. G is nothing but the acceleration due to gravity. Okay, ഈ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ V should be always in meter per second. കിലോമീറ്റേഴ്സ് പെർ അവറിലാണ് നമുക്ക് ഡിനോട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ അതിനെ റീറൈറ്റ് ചെയ്യും W into V square divided by 127 R എന്ന്. എങ്ങനെയാണ് ആക്ച്വലി നമുക്ക് 127 കിട്ടുന്നത്? നമുക്കറിയാം G വാല്യൂ ഈസ് നത്തിങ് ബട്ട് 9.81. സോ ആ ഒരു വാല്യൂ നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് കിലോമീറ്റേഴ്സ് പെർ അവറിലോട്ട് കൺവേർഷനും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇഫ് യു ആർ ഡിവൈഡിങ് വിത്ത് 5/18 വി ആർ ഗോയിങ് ടു ഗെറ്റ് ഇൻ കിലോമീറ്റേഴ്സ് പെർ അവർ. ആ ഒരു വാല്യൂം കൺസിഡർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ G ഈസ് ഈക്വൽ ടു 9.81 കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് 127 കിട്ടുന്നത്. ഓൾറെഡി PSCക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇക്വേഷൻ ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇനി ക്വസ്റ്റ്യനിൽ V is കിലോമീറ്റേഴ്സ് പെർ അവർ എന്ന് തരികയാണെങ്കിൽ നോക്കുക, ക്വസ്റ്റ്യനിൽ 127 R ഉണ്ടാകും. ആ ഒരു ഇക്വേഷൻ വേണം സെലക്ട് ചെയ്യാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു സ്ട്രെയിറ്റ് റോഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ് റേഡിയസ് ഓഫ് എ സ്ട്രെയിറ്റ് റോഡ്? A straight road is considered as a part of an infinite circle ആണല്ലോ. അതുകൊണ്ട് തന്നെ റേഡിയസ് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും ഒരു പർട്ടിക്കുലർ സ്ട്രെയിറ്റ് റോഡിന്. നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ R equal to infinity എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ് കിട്ടുക? We are going to get P എന്താണ് കിട്ടുക? 0. ഓക്കെ, അതുകൊണ്ടാണ് എപ്പോഴും ഒരു കർവിൽ മാത്രം നമുക്കൊരു ഫൈനൈറ്റ് വാല്യൂ ഓഫ് റേഡിയസ് എപ്പോഴും നമുക്കൊരു കർവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒരു കർവിൽ മാത്രം കിട്ടുകയും ഒരു സ്ട്രെയിറ്റ് മോഷൻ ആണെങ്കിൽ 0 ആവുകയും ചെയ്യുന്നത്. ഓക്കെ, പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെക്കുക. Now, what are the effects of this centrifugal force? There will be two effects. ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം the first effect will be skidding. നമ്മുടെ വെഹിക്കിൾ സ്കിഡ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ വെഹിക്കിൾ ഓവർ ടേൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് സ്കിഡിങ് ഉണ്ടാവുന്നത്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം എപ്പോഴും, സപ്പോസ് ഇഫ് ദിസ് ഈസ് അവർ വെഹിക്കിൾ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ വെഹിക്കിളിനെ സൈഡിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്കിഡിങ് എന്ന് പറയുന്നത്. ആൻഡ് പലപ്പോഴും വിത്ത് റെസ്പെക്ട് ടു ദിസ് ഔട്ടർ ടയർ, ഇന്നർ ടയർ എന്തെയും എയറിലോട്ട് ലിഫ്റ്റ് ചെയ്യപ്പെടുകയും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഇന്നർ ടയർ എയറിലോട്ട് ലിഫ്റ്റ് ചെയ്യപ്പെടുകയും ഇത് ഫൈനലി ഓവർ ടേൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കർവിലൊക്കെ വലിയ വലിയ ട്രക്കുകളൊക്കെ ഓവർ ടേൺ ചെയ്ത് കാണുന്നത്. നോക്കൂ, എപ്പോഴും സ്കിഡ് ചെയ്യാൻ ഒരു വെഹിക്കിളിനെ സിമ്പിൾ ആയിട്ടൊന്ന് തള്ളി മാറ്റാൻ നമുക്കൊരു ഫോഴ്സ് മതിയാവും അല്ലെ. ജസ്റ്റ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് സ്കിഡ് ആയി പോകും. ഓവർ ടേൺ ചെയ്യാൻ എപ്പോഴും നമുക്ക് എന്ത് വേണം? ഓവർ ടേൺ ചെയ്യണമെങ്കിൽ സിമ്പിളി ഒരു ഫോഴ്സ് പോരാ. ദാറ്റ് ഫോഴ്സ് ഷുഡ് ബി പ്രൊഡ്യൂസിങ് എ മൊമെന്റ് ആണല്ലോ. ഈ ഒരു ഫോഴ്സ് എന്ത് ചെയ്യണം? ഇവിടെ ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യണം. ഒരു റൊട്ടേറ്റിംഗ് മോഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഓവർ ടേണിങ് സാധിക്കുള്ളൂ. സോ നമുക്ക് എന്താണ് നോക്കേണ്ടത്? കോമ്പറ്റേറ്റീവ് എക്സാമിന് എന്താണ് ചോദിക്കുന്നത്? എപ്പോഴാണ് ഒരു വെഹിക്കിൾ സ്കിഡ് ചെയ്യുക ആൻഡ് എപ്പോഴാണ് ഒരു വെഹിക്കിൾ ഓവർ ടേൺ ചെയ്യുക? യെസ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു ഫിഗറിനെ പ്രത്യേകമായിട്ട് കൺസിഡർ ചെയ്യാണ്. നൗ, സ്കിഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെഹിക്കിൾ ഔട്ടർ സൈഡ് ഓഫ് ദ കർവിലോട്ട് സ്കിഡ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി ദർ വിൽ ബി എ റെസിസ്റ്റീവ് ഫോഴ്സ് ആണല്ലോ. ആ റെസിസ്റ്റീവ് ഫോഴ്സ് ആരാണ് പ്രൊവൈഡ് ചെയ്യുക? നത്തിങ് ബട്ട് ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ടയേഴ്സിന്റെ അടിയിൽ ഉറപ്പായിട്ടും ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ പുതിയ ടയറൊക്കെ എപ്പോഴും വെഹിക്കിളിന് ഇടണമെന്ന് പറയുന്നത്. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം, ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു ദി കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻടു നോർമൽ റിയാക്ഷൻ ആണല്ലോ. നമ്മുടെ കേസിൽ സാധാരണ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ മ്യൂ എന്നുള്ളത് പോയിസോൺ റേഷ്യോനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കാറ്.
അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് സ്മോൾ എഫ് ഉപയോഗിക്കാം. സോ എല്ലാ മെറ്റീരിയലും നിങ്ങൾ സ്മോൾ എഫ് ആയിരിക്കും കാണുന്നത്. സോ സ്മോൾ എഫ് ഇൻറ്റു നോർമൽ റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ. സോ എഫ് ഈസ് ഈക്വൽ ടു സ്മോൾ എഫ് ഇൻറ്റു ഡബ്ല്യു എന്ന് എഴുതാം. ഓക്കെ, എപ്പോഴെങ്കിലും നമ്മുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പി നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എഫിനേക്കാൾ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ, മീൻസ് if P is greater than F, what will happen? The vehicle will skid. മനസ്സിലായല്ലോ? ഇതാണ് സാധാരണ PSC എക്സാംസിനൊക്കെ ചോദിക്കുക. കണ്ടീഷൻ തന്നിട്ട് എന്താണ് സംഭവിക്കാന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ സ്കിഡ് ചെയ്യാൻ ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? If P is greater than small f into capital W. ഓക്കെ, coefficient of friction into weight of the vehicle. ഇങ്ങനെയും അതിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, now മറ്റൊരു രീതിയിൽ കൂടി ഇതിനെ എഴുതാലോ. If P by W is greater than small f, then also skid will happen. അല്ലെ? എന്തിനാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്? ഇങ്ങനെ എഴുതാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഈ P by W എന്നുള്ള വാല്യൂവിന് അല്ലെങ്കിൽ ആ ഒരു റേഷ്യോന് ഒരു സ്പെഷ്യൽ നെയിം ഉണ്ട്, which we call it as centrifugal ratio. So ഒന്നുകിൽ അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, in which of the following case skidding may happen. അങ്ങനെ ചോദിക്കുമ്പോൾ either they can use centrifugal force or they can use centrifugal ratio. Okay, P centrifugal force എന്നിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ആൻസർ ഗ്രേറ്റർ ദാൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കണം. അല്ലെങ്കിൽ സിംപ്ലി ഫ്രിക്ഷൻ എന്ന് തരികയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, ക്യാപിറ്റൽ എഫ് ആണ്. ഇനി സെൻട്രിഫ്യൂഗൽ റേഷ്യോ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇത് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ല, അത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ സ്മോൾ എഫ് ആണ്. Okay, now that is our first case, skidding. Now the second case, overturning. നമുക്കറിയാം ഓവർടേൺ ചെയ്യണമെങ്കിൽ ആസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ഒരു മൊമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യണം അല്ലെ? ഇങ്ങനെ ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വിച്ച് പോയിന്റ് ദ വെഹിക്കിൾ വിൽ ഓവർടേൺ. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇത് ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് ടേൺ ചെയ്യുന്നതെങ്കിൽ ഓവർടേൺ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു വിച്ച് പോയിന്റ്? വിത്ത് റെസ്പെക്ട് ടു ദിസ് ഔട്ടർ ടയേഴ്സ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ ഒരു ഡയറക്ഷനിലോട്ട് ടേൺ ചെയ്യുന്ന സമയത്ത് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഔട്ടർ ടയേഴ്സ് it will overturn. Okay, അങ്ങനെയാണെങ്കിൽ ഇതിനെ ഈ ഒരു ഡിസ്റ്റൻസിനെ സിമ്പിൾ ആയിട്ട് നമ്മൾ h എന്ന് റെപ്രസെന്റ് ചെയ്താൽ എന്താണ് ആക്ച്വലി h എന്ന ഡിസ്റ്റൻസ്? നമ്മുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ദാറ്റ് വിൽ ബി ഓൾവേസ് ആക്ടിങ് അറ്റ് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി. എപ്പോഴും നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ഒബ്ജക്റ്റിലായിരിക്കും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ h എന്ന് ഡിനോട്ട് ചെയ്താൽ വാട്ട് വിൽ ബി അവർ ഓവർ ടേണിംഗ് മൊമെന്റ്? എന്നതിനെ MO എന്ന് റെപ്രസെന്റ് ചെയ്താൽ overturning moment will be always the force into perpendicular distance. Centrifugal force into height of center of gravity above the road surface is nothing but h. അതാണ് നമ്മുടെ overturning moment. ഒരു overturning moment ഉണ്ടെങ്കിൽ obviously നമ്മുടെ ഒബ്ജക്റ്റ് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും അല്ലെ? എന്തായിരിക്കും ആ റെസിസ്റ്റീവ് മൊമെന്റ്? സി, നമ്മുടെ ഫ്രിക്ഷണൽ മൊമെന്റിനെ അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ആ ഒരു മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്താണ് കാരണം? The line of action of frictional force is going through that particular point അല്ലെ? ഒരു perpendicular distance ഇല്ല. Perpendicular distance 0 ആണ്. So friction has no role in resisting the overturning. പിന്നെ ഏത് ഫോഴ്സ് ആയിരിക്കും ഈ നമ്മുടെ overturning momentനെ റെസിസ്റ്റ് ചെയ്യുക? Nothing but our weight of the vehicle. So weight of the vehicle will counteract this overturning moment. ഒരു overturning അല്ലെങ്കിൽ ഒരു counteracting moment ഉണ്ടാവും, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു റെസിസ്റ്റിംഗ് മൊമെന്റ് ഉണ്ടാവും, വിച്ച് ഈസ് ഇൻ ദി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇവിടെ നമ്മൾ ഈ ഒരു മൊമെന്റിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ then there will be an anti-clockwise direction. Okay, ഈ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇക്വേഷൻ നമുക്കറിയാം, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലെ? എന്താണ് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻ ദിസ് കേസ്? നത്തിങ് ബട്ട് ഹാഫ് ഓഫ് ദി വിഡ്ത്ത് ഓഫ് വെഹിക്കിൾ അല്ലെ? നമ്മുടെ വെഹിക്കിൾ എപ്പോഴും സിമെട്രിക് ആയിരിക്കും, അതുകൊണ്ട് തന്നെ ദാറ്റ് വിൽ ബി ഹാഫ് ഓഫ് ദ വിഡ്ത്ത്. ആ വിഡ്ത്തിനെ നമ്മൾ b എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ we can write w into b by 2 will be the resisting moment. Okay, now എപ്പോഴാണ് നമുക്ക് ഓവർടേണിംഗ് ഉണ്ടാവുക? If MO is greater than resisting moment MR, then we will be having the overturning. Okay, so simply we can write if P into H is greater than W into B by 2, what will happen? Overturning will happen. എങ്ങനെയായിരിക്കാം ക്വസ്റ്റ്യൻസ് വരുന്നത്? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? P by W എന്നുള്ള സെൻട്രിഫ്യൂഗൽ റേഷ്യോ എടുക്കാം, നേരത്തെ കണ്ട പോലെ തന്നെ. So if centrifugal ratio is greater than B by 2H, what will happen? Overturning will happen.
മനസ്സിലായല്ലോ? സോ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഐദർ ഒരു ബി വാല്യൂ എച്ച് വാല്യൂ ഒക്കെ തന്നിട്ട് ഉള്ള ക്വസ്റ്റ്യൻ, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഒരു സിമ്പിൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ തന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നൊട്ടേഷൻ പറഞ്ഞിട്ടൊക്കെ ഈസി ആയിട്ട് ഇതുപോലുള്ള കേസസ് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം.